ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ജാസ്മിനെ തന്നെ. നേരത്തെ നമ്മുടെ ഇമോഷണലി ഇപ്പൊ അവസാനം നമ്മൾ ഇത് കണ്ടത് പ്രൊമോ കണ്ടതിൽ ജാസ്മിൻ ഇത്ര ഇമോഷണലി ഡൗൺ ആവാനുള്ള കാരണം ഗബ്രി തന്നെയാണ്. കാരണം പലപ്പോഴെങ്കിലും ഇഷ്ടമാണ് എന്ന രീതിയിലുള്ള എല്ലാ സൗഹൃദ ബന്ധമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും പ്രണയമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും എന്താ പറയാ കുടുംബമാണെങ്കിലും എല്ലാത്തിലും കയറ്റങ്ങളും ഇറക്കങ്ങളും അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്റെ ലൈഫ് സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ബാലൻസ്. അതായത് എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല, നമുക്ക് മടുക്കും. എപ്പോഴും സങ്കടം മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകും. സങ്കടവും സന്തോഷവും കറക്റ്റ് ആയിട്ട് ആ ബാലൻസിൽ പോകുന്നതിലാണ് ലൈഫ് എന്ന് പറയുന്ന സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. വിഷമങ്ങൾ ഉണ്ടാവണം, സന്തോഷങ്ങളില്ല എന്ന് പറയാൻ പറ്റുമോ? വിഷമങ്ങളുള്ള അത്രയും തന്നെ, അല്ലെങ്കിൽ അതിൽ ഏറെ സന്തോഷങ്ങളും അപ്പുറത്തെ സൈഡിലുണ്ട്. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന സന്തോഷം, നമ്മൾ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും നമ്മൾ പാട്ട് പാടുമ്പോഴും ഡാൻസ് കളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോഴും ജാസ്മിൻ എനിക്ക് ഒരു ഉരുള ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് എനിക്ക് ഒരു ഉരുള തരുമായിരുന്നു. അതൊക്കെ പക്ഷെ ഇപ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാവണം. അവിടെ നിൽക്കുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കില്ല. അതിൽ നിന്ന് പുറത്തിറങ്ങി വേറൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിന്റെ വില മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇന്റർവ്യൂലൊന്നും എനിക്കൊന്നും പറയണ്ട. സൗഹൃദമില്ലേ ഋഷി വാഴ അങ്ങനത്തെ പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സൗഹൃദം കീപ്പപ്പ് ചെയ്യണമായിരുന്നു എന്നുള്ളൊരു തോന്നുന്നു. ഋഷിയായിട്ട് സൗഹൃദം കീപ്പപ്പ് ചെയ്തിട്ട് ഇപ്പോഴും ഉണ്ട്. ഋഷി ഞാനും തമ്മിൽ ആകെ ഒരേ ഒരു പ്രാവശ്യം മാത്രം, അന്നും അടി ഉണ്ടായിട്ടില്ല. ഋഷിയായിട്ട് ഞാൻ ഒരു പ്രാവശ്യം കയർത്ത് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ അന്ന് ഋഷി ഒന്നും തിരിച്ചു പറഞ്ഞില്ല. ഇല്ല, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഋഷിനെ ഞാൻ ഒരിക്കലും വാഴാന്ന് വിളിക്കും. മാറിയിരുന്ന് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടോ ഇത് വാഴ കളി കളിക്കണേ, അതല്ലാതെ വിളിച്ചിട്ടുണ്ടല്ലോ വാഴ. നേരത്തെ പറഞ്ഞു പുറമേ ആളുകൾ അറിയില്ല എന്ന് പറഞ്ഞു, പക്ഷെ കോമണേഴ്സിനെ നിങ്ങൾക്ക് 2 ആഴ്ച മുന്നേ ഓൾറെഡി അറിയാമായിരുന്നു. കോമണേഴ്സിനെ അറിയാം. അപ്പൊ റസ്മിനായിട്ടുള്ള ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്തത് എങ്ങനെ? അത് നേരിട്ട് തന്നെ എനിക്ക് റസ്മിനെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. അതിന്റെ അകത്ത് പോലും ഞാൻ 1-2 ആഴ്ച റസ്മിന്റെ അടുത്ത് കാരണം 5 പേരുടെ പേരുകളാണ് അതിന്റെ ഉള്ളിൽ തന്നെ നോറ അറിയാണ്ട് വിളിച്ചു പറഞ്ഞത്. നോറയില്ല, അത് ജിൻഡോ ചേട്ടനാണ് പറഞ്ഞത്. നോറയല്ല പറഞ്ഞത്, ജിൻഡോ ചേട്ടനാണ് പറഞ്ഞത്. ജിൻഡോ ചേട്ടൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ജിൻഡോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെണ്ണാണ്. അല്ല, ഇവരായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അത് അവരുടെ ഗെയിമാണ്. ഓരോരുത്തരും അതിന്റെ അകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും ഗെയിമും ആവാം, റിയാലിറ്റിയും ആവാം, പലതും ആവാം. നമുക്കത് വേർതിരിച്ച് കാണാൻ പറ്റുമ്പോഴാണ് അവരുടെ സ്ട്രാറ്റജി കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നത്. ഇപ്പൊ ജിൻഡോ ചേട്ടൻ അങ്ങനെ ഒരു സാധനം പ്ലേസ് ചെയ്ത് അത് കത്തിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവ്. എന്റെ സത്യം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും ഇല്ലാന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനേ എനിക്ക് പറ്റുള്ളൂ. അല്ലാതെ തെളിയിച്ച് കാണിച്ചു തരാനായിട്ട് എനിക്ക് ഇത് തുറക്കാൻ പറ്റില്ല.